പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഈ പോലീസ് അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് കേരളം ഇതേറെ ചർച്ച ചെയ്തിട്ടും ഇന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതാദ്യമായാണ് CPM പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ആ ഉദ്യോഗസ്ഥന്മാർ സ്വയമായി അവിടെ തീരുമാനമെടുക്കുകയാണ്. പിന്നെ എന്തിനാണ് ശ്രീ അനിൽകുമാർ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഇങ്ങനെ കുറെ പേരെ മേലുദ്യോഗസ്ഥന്മാരായും ഒക്കെ വെച്ചിരിക്കുന്നത്? പരാതി ഉണ്ടാകുന്ന ഒരു സംഭവത്തിലും CPIM എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഞങ്ങൾ ഉത്തരം പറയേണ്ടതായ ഒരു കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിക്കാരെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടോ പ്രേരിപ്പിച്ചിട്ടോ ഉണ്ടായ സംഭവങ്ങളല്ല ഇതൊന്നും. എന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനകത്ത് നിങ്ങളുടെ പാർട്ടിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ശ്രീ അനിൽകുമാർ. നിങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളല്ലാതെ പിന്നെ ആരാണ് ഉത്തരം പറയുക? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? 9.5 കൊല്ലക്കാലത്ത് ഇടതുപക്ഷത്തിനാവുന്നവണ്ണം ഭരണ പരാജയപ്പെട്ടു എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് സത്യമല്ല. എന്താ ഞങ്ങളുടെ ഫോക്കസ്? അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികവാർന്ന പോലീസ് സേനയായി കേരള പോലീസ് സേനയെ ആധുനീകരിച്ചു. അതിന് 1000 ഉദാഹരണങ്ങൾ അങ്ങോട്ട് വേണേ പറയാം. അത് വഴിയേ അറിഞ്ഞോളൂ. പിടിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുന്നതാണോ ആധുനികവൽക്കരണം? ചൊറിയണം തേക്കുന്നതാണോ ആധുനികവൽക്കരണം? ശ്രീ അനിൽകുമാർ, പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ശ്രീ അനിൽകുമാർ, രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയായി കേരള പോലീസിനെ അംഗീകരിച്ചു. എവിടെ അംഗീകരിച്ചു? ആരംഗീകരിച്ചു? ഈശ്വര, ഇനി എന്ത് ചെയ്യും? കേരളത്തെക്കാൾ മികച്ചൊരു പോലീസ് സേന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ആര് പറഞ്ഞു കേരള പോലീസാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ്? ഞാൻ പറയട്ടെ, കേരളത്തിലാണ് സർ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞ് വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞ് മനുഷ്യരെ വെടിവെച്ച് കൊന്നത് നിങ്ങളുടെ ഘടകകക്ഷിയാണ് പറഞ്ഞത് വ്യാജ ഏറ്റുമുട്ടലായിരുന്നു. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. താങ്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്ന കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന് ഏത് പുരസ്കാരം ആര് എവിടെ വെച്ച് തന്നു? ISO അംഗീകാരം ലഭിക്കുന്ന ആദ്യ SP ഓഫീസ് എവിടെയാണ്? ISO അംഗീകാരം ലഭിക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് SP ഓഫീസിന് ISO പുരസ്കാരം കിട്ടുന്നതാണോ ശ്രീ അനിൽകുമാർ? രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് ഇവൻ പൊട്ടനാണ് മുതലാളി. അല്ല, ഞാൻ നിഷയോട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നിഷയ്ക്ക് ഇത് അറിയാവോന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. അടുത്തത്, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിഭാഗത്തിൽ കേരള പോലീസിന്റെ കൗണ്ടർ ചൈൽഡ് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്റർ അത് പ്രിവെന്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് കേരളത്തിന്. അടുത്തത് 2020 അടുത്തത് കിട്ടൂ. അടുത്തത് 2020 ഫിക്കി സ്മാർട്ട് പോലീസിംഗ് അവാർഡ്. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പുരസ്കാരമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? പോലീസ് സ്റ്റേഷനുകൾ ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് ചില പുരസ്കാരങ്ങൾ കൊടുക്കും. അതിൽ കേരളത്തിൽ നിന്ന് ഓരോ വർഷം ഒരു പോലീസ് സ്റ്റേഷനുകൾ വരാറുണ്ട്. അത് എല്ലാ സംസ്ഥാനത്തു നിന്നും വരാറുണ്ട്. ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്ന് അത്തരത്തിൽ പോലീസ് സ്റ്റേഷനുകളെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്നൊക്കെ നിയമസഭയിൽ വന്ന് പറയാനുള്ള തൊലിക്കെട്ടി കുറച്ച് കട്ടി തന്നെയാണ് കേട്ടോ ശ്രീ അനിൽകുമാർ. അതല്ല ഉദ്ദേശം. അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കുന്നത്. അവര് നിയമവിരുദ്ധമായി കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ ഒരു വസ്തുത ഇപ്പൊ നമ്മുടെ മുമ്പിൽ. ആ ഉദ്യോഗസ്ഥന്മാർ സ്വയമായി അവിടെ തീരുമാനമെടുക്കുകയാണ്. പിന്നെ എന്തിനാണ് ശ്രീ അനിൽകുമാർ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ഇങ്ങനെ കുറെ പേരെ മേലുദ്യോഗസ്ഥന്മാരായും ഒക്കെ വെച്ചിരിക്കുന്നത്? എന്തിനാണ്? കുറെ പേർക്ക് തോക്കുപെടുത്തുന്ന കാട്ടിലേക്ക് പോയി ആരെയും വെടിവെച്ച് കൊല്ലാമെങ്കിൽ അതിൽ ആഭ്യന്തരമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന് പറഞ്ഞിരിക്കുന്നത്? കഷ്ടമാണ്. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.